ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? സുഖമാണോ? ഇതിപ്പോൾ പ്രസൻറ്റിലുള്ള ഞാനാണ് കേട്ടോ. അതായത് ജൂൺ 5-ാം തീയതിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ, ജൂൺ 6-ാം തീയതി ഷൂട്ട് ചെയ്ത വീഡിയോ ഉണ്ട്, എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അത് കാണണ്ടേ? കാണിച്ചു തരാം. ഓക്കെ, ആദ്യം നിങ്ങൾ പോയിട്ട് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ, അതായത് ഇന്നലെ നടന്ന എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അത് പോയി കണ്ടിട്ടോ. അതിന് ഇന്നലെ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 6-ാം തീയതി, ജൂൺ 6-ാം തീയതി എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കണ്ടിട്ടോ. അന്ന് രാവിലെ എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നു, പിന്നെ ഇങ്ങനെ ഒരു മേക്ക് ഓവർ വരുന്നൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല, പക്ഷേ മേക്ക് ഓവർ വരുന്നുണ്ട്. ബാർബർ ഷോപ്പിൽ പോയിട്ട് ട്രിമ്മിങ് സെറ്റാക്കി എടുത്താൽ. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ടോ. ഹലോ, അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് അച്ഛനും അമ്മയും എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. ബർത്ത്ഡേക്ക് കിട്ടിയ ഫസ്റ്റ് ഗിഫ്റ്റാണ്. ഇതാണ് ഗിഫ്റ്റ്. അപ്പോൾ നമുക്കിന്ന് അൺബോക്സ് ചെയ്യാം. ഓൾറെഡി വന്ന എക്സൈറ്റ്മെൻറ്റിൽ പിന്നെ തുറന്ന് നോക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചേ. ഇതാണ് സാധനം. പോട്രോണിക്സിൻ്റെ പവർ ഷട്ടർ എന്ന് പറഞ്ഞൊരു പവർ ബാങ്കാണ്. ഇത് ചാർജ്, അത് പവർ ബാങ്ക് ചാർജ് ചെയ്യുന്ന കേബിളാണ്. പവർ ബാങ്ക് ഇതൊരു മാക്സേഫ് പവർ ബാങ്ക്. അപ്പോൾ അത് ചാർജ് ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു അങ്ങനത്തെ ആ ഒരു സാഹചര്യം, ഈ സംഗതികളൊന്നും ഇല്ലയെന്നാണെങ്കിൽ റിങ് ഫോൺ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കേസ് ഉണ്ടെങ്കിൽ കേസ് മതി. എന്തായാലും മാക്സേഫ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണെങ്കിൽ ഇത് പറ്റുള്ളൂ. അപ്പോൾ കേസ് ഇല്ലെങ്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള റിങ്ങാണ്. ഇതാണ് സാധനം. കണ്ടോ, ക്യാമറ പോലെ ഇരിക്കും, പക്ഷേ പിന്നെ ഇതാണ് പവർ ബാങ്കാണ്. ഇത് ടൈപ്പ് സി ആണ്. ഇത് ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ. ഇപ്പോൾ ആപ്പിളിൻ്റെ ലൈറ്റ്നിങ് പോലെ അതും ടൈപ്പ് സി ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മടക്കി വെക്കാം. നമ്മുടെ ഫോൺ വന്നു, എൻ്റെ ഫോണിൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുണ്ട്. എങ്ങനെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും മാക്സേഫ് അല്ലേ, ഒട്ടിച്ച് വെക്കുക. അപ്പോൾ അവിടെ നിന്ന് ചാർജ് ആവും. പിന്നെ വയറും കൊണ്ട് വേണമെങ്കിൽ വയറും കൊണ്ടും ചെയ്യാം. കുറേ നാളായി, എനിക്കിതുവരെ ഒരു പവർ ബാങ്ക് ഇല്ലായിരുന്നു. ഇവർക്ക് എല്ലാവർക്കും പവർ ബാങ്ക് ഉണ്ട്. അപ്പോൾ കുറേ നാളായി ആഗ്രഹിക്കുന്ന ഒരു പവർ ബാങ്ക് വേണം. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ. അത് ഊരാൻ പറ്റും. ഇവിടെ നമുക്കിങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്ര നീളവും കിട്ടും. ഇത്ര നീളം ഉണ്ടാവും. നമുക്ക് നമ്മളെ കേബിൾ യൂസ് ചെയ്യാം, പക്ഷേ ഇതുണ്ട്. അതുപോലെ തന്നെ മറ്റേതും വേണമെങ്കിൽ അടർത്തിയെടുക്കാം. ഈ പവർ ബാങ്ക് കണ്ടു, ഇഷ്ടപ്പെട്ടു, വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഈ വീഡിയോയുടെ താഴെ. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകാം കേട്ടോ. പാരഗൺ റെസ്റ്റോറൻറ്റ്. ലുലു മാളിൽ ബ്ലോക്കുണ്ടോ എങ്ങനെയെന്ന് അറിയില്ല. ഒരുമാതിരി ചീഞ്ഞ മഴയായിരുന്നു, അതുകൊണ്ട് അറിയത്തില്ല എങ്ങനെയാണ്. ഇപ്പോൾ പറയുന്നത്
അങ്ങനെ അവരുടെ മീൽസ് ഒന്നും എൻ്റെ മാത്രം എപ്പോഴും കാണിയാണ്. ഞാൻ പറഞ്ഞൊരു വെറൈറ്റി സാധനമാണ്. ഞാൻ വെറൈറ്റി സാധനം നിങ്ങൾ കഴിച്ചു, ഞാനതായിട്ട് കഴിക്കാൻ പോകുന്നത്. വരട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, ഗ്രിൽഡ് ബീഫ് ബിരിയാണി. ഞാനങ്ങനെ ഗ്രിൽഡ് ബീഫ് ബിരിയാണി കഴിച്ചിട്ടില്ല, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എന്തായി നോക്കിയാൽ തോന്നുന്നു. എന്തായാലും കഴിച്ച അഭിപ്രായം പറയാം. വളരെ ലഘുവായ ബർത്ത്ഡേ ആഘോഷമായിരുന്നു. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു പവർ ബാങ്ക് വേണമെന്നേ. എൻ്റെ പഴയ സാംസങ്ങിൻ്റെ ഫോണുള്ളപ്പോഴായാലും ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് നിങ്ങളിലൊരാൾ ഗിഫ്റ്റ് തന്ന ഈ ഓപ്പോയുടെ ഫോൺ കിട്ടിയപ്പോഴായാലും ഈ പവർ ബാങ്ക് എന്നുള്ളത് എൻ്റെ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അത് നടന്നു കിട്ടി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, കാണാൻ നല്ല ഭംഗിയുള്ളൊരു പവർ ബാങ്കാണ്. നിങ്ങളെല്ലാവരും കണ്ടതല്ലേ, ക്യാമറ പോലെയാണ് ലുക്ക്, കൊള്ളാം. പിന്നെ ഈ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ മുൻപ് എൻ്റെ അമ്മയ്ക്ക് ചെക്കപ്പിന് പോയായിരുന്നേ. അപ്പോൾ ഞാൻ അമ്മയുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി. എല്ലാ പ്രാവശ്യവും ഞാനാണ് അമ്മേനെ കൊണ്ട് ആശുപത്രിയുടെ അകത്തേക്ക് പോകുന്നതും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഒക്കെ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ, ഈ കാലിങ്ങനെ കെട്ടിച്ചേക്കുന്നുണ്ട്, ഒന്നിനും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കാറിലിരുന്ന് ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് പോയി കേട്ടിട്ടോ. ഹലോ, കാറിലാണ്. ഞാൻ കുറച്ച് മുമ്പ് ഒരു ഷോർട്സ്, ഒരു റീലൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ കണ്ടവർക്കറിയാം. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കാറിലങ്ങനെ കിടക്കുന്നു. വേറൊന്നുമില്ല, ഇന്ന് അമ്മയ്ക്കൊരു ചെക്കപ്പും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഹോസ്പിറ്റലാണിപ്പോൾ. വെൽക്കെയറിൻ്റെ പാർക്കിങ്ങിലാണ് ഞാനുള്ളത്. കേട്ടോ, കാല് ഇതുവരെ ഹീലായിട്ടില്ല. വ്യത്യാസമുണ്ട് ആദ്യത്തേനെ കഴിഞ്ഞൊക്കെ, എന്നാലും കംപ്ലീറ്റ്ലി ഹീലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് റെസ്റ്റിലാണ്. എനിക്കാണെങ്കിൽ ഈ കാലിങ്ങനെ തൂക്കിയിട്ടിരിക്കാനോ കാലിങ്ങനെ കുത്തി നടക്കാനോ ഒന്നും പറ്റുന്നില്ല, വേദന. അപ്പോൾ അങ്ങനെ അതിൻ്റെ പേരിൽ റെസ്റ്റിലാണിപ്പോൾ. സാധാരണ ഇതിലിങ്ങനെ ഹോസ്പിറ്റൽ ചെക്കപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാനാണ് എല്ലാത്തിനും ഓടി നടക്കാറ്. ഈ നടുവേദന മുതൽ ഇങ്ങോട്ട് എല്ലാത്തിനും അങ്ങനെ തന്നെയായിരുന്നു. ആദ്യമായിട്ടായിരിക്കും ഒരു അമ്മയ്ക്ക് ഹോസ്പിറ്റൽ കേസായിട്ട് വന്നിട്ട് ഹെൽപ്ലെസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നൊരവസ്ഥ. അതാണ്, നമ്മൾ ഓരോരുത്തർ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പം അത് മറ്റുള്ളവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ആരും ചിന്തിക്കുന്നില്ല അല്ലേ. ഞാൻ എപ്പോഴും അതിങ്ങനെ ആലോചിക്കും. ഇപ്പോൾ ഈ ഒരു സാധനം ഞാൻ എപ്പോഴും ചിന്തിക്കും, ആ പുള്ളിക്കാരി സ്റ്റെപ്പ് ഇറങ്ങി വന്നു, അപ്പോൾ ഈ ഒരു സംഭവം ശരിക്കും എൻ്റെ ലൈഫിനെ എത്രമാത്രം ആണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പുള്ളിക്കാരി ചിന്തിക്കുന്നേ ഇല്ല. ചിലപ്പോൾ അറിയുന്ന പോലും ഉണ്ടാവില്ലിരിക്കാം അല്ലേ. ശരിക്കും ഭയങ്കര ഒരു ഇതാണ്. ഞാനത് എപ്പോഴും ഇങ്ങനെ ആലോചിക്കും. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇവിടെ ജിമ്മിൻ്റെ ഡോറ്. ഇവിടെയാണ് സ്റ്റെപ്പ് ഉള്ളത്. ഇങ്ങനെയാണ് സ്റ്റെപ്പ് ഉള്ളത്. ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ ആ ബില്ല് കാണുന്നിടത്താണ്, പിന്നെ ഈ ബില്ല് കാണുന്നിടത്താണ് സ്റ്റെപ്പ് ഉള്ളത്. സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് പോകുന്നൊരു ഭാഗം. ഞാനിങ്ങനെ ജിമ്മിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്നു. ഇവിടെ എൻ്റെ ചെരുപ്പുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നു. ഈ പുള്ളിക്കാരി സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരുന്നു. പുള്ളിക്കാരുടെ ഒരു ഡമ്പലുണ്ട്. ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ രണ്ടാമത്തെ സ്റ്റെപ്പ് എത്തിയപ്പോഴത്തേക്കും പുള്ളിക്കാരി തങ്ങ് താഴെ കിട്ടും. ഇട്ട ഇടൽ നേരെ വന്ന് കാലിൻ്റെ ഈ ഒരു ഭാഗത്ത്, കാലിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്ന് കുത്തനെ വന്നങ്ങ് വീണു. മനസ്സിലായോ? ഇങ്ങനെ വന്നടിച്ചു ഡമ്പല്. ലിറ്ററലി കുറേ നേരത്തേക്ക് ഭയങ്കര മരപ്പ്, ഭയങ്കര തരിപ്പും ഭയങ്കര മരപ്പ്. ഞാൻ വിചാരിച്ചത് എന്തോ കാര്യമായിട്ട് സംഭവിച്ചു. എനിക്ക് കാല് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ ഇങ്ങനെ കുത്തി ഇരുന്ന് പോയി.
എനിക്ക് കാല് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല, എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ വെപ്രാളത്തിനിടയ്ക്ക് എപ്പോഴോ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഈ താഴെ കിടക്കുന്ന ഡമ്പിൽ ഞാൻ മെല്ലെ എടുത്തു. എടുത്തപ്പോഴാണ് 2.5 kg നേരത്തെ എഴുതിക്കുന്നത് ഞാൻ കാണുന്നത്. അപ്പോഴേക്ക് ഈ പുള്ളിക്കാരി വന്നിട്ട് പിന്നെ ഞാൻ ചോദിച്ചു, ചേച്ചി എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഞാൻ മടുത്തു പോയി, അതുകൊണ്ട് കാര്യം കേട്ടോ. എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതൊരു പെണ്ണല്ലേ. ഞാൻ ഈ പുള്ളിക്കാരി മുമ്പ് കണ്ടിട്ടുമില്ല, എനിക്കവിടെ പരിചയമില്ല, എനിക്ക് ഫേസും അറിയില്ല. ഞാൻ പിന്നെ ഇത് കംപ്ലൈൻറ്റ് ചെയ്യാനാണ് എന്ത് പറഞ്ഞ കംപ്ലൈൻറ്റ് ചെയ്യും. എനിക്ക് ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. ആൾ എസ്കേപ്പ് ആവുകയും ചെയ്തു. ഞാൻ പറഞ്ഞതാ, പുള്ളിക്കാരി മടുത്തിട്ടോ അല്ലാതെയോ ഇങ്ങനൊരു കാര്യം ചെയ്തു. അത് അവസാനം നമുക്ക് വലിയൊരു ഊര കൊടുക്കായിട്ട് മാറി എന്ന് പറഞ്ഞതാ. എത്രമാത്രം വേദന തിന്നുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സഹിച്ചു പോയി ഇതിൻ്റെ പേരിൽ വേദന. നമുക്ക് കാല് കുത്താൻ പറ്റില്ല. കാലിങ്ങനെ നിലത്ത് കുത്തുമ്പോൾ വേദന, പിന്നെ നമ്മൾ കാല് തൂക്കിയിട്ടിരിക്കുമ്പോൾ വേദന, അങ്ങനെയൊക്കെയാണ് അവസ്ഥ. കുഴപ്പമില്ല, ഏതോ പുസ്തകത്തിൽ പറഞ്ഞ പോലെ ഈ സമയവും കടന്നു പോകും, അത്രേ ഉള്ളൂ. വിഷമിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. വരാനുള്ളത് വന്നു, ഇനി ബാക്കി നോക്കാന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഞാൻ പറഞ്ഞതാണ്, ഓരോ ആൾക്കാർ ഓരോന്ന് ചെയ്ത് കൂട്ടുമ്പോൾ അത് ബാക്കിയുള്ളവരുടെ ലൈഫിനെ ഏതൊക്കെ രീതിയിലാണ് മോശമായിട്ട് ബാധിക്കുന്നതെന്ന് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ കാറിലിരുന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടില്ലേ? അത്രേ ഉള്ളൂ. അത് അൺഫോർച്ചുനേറ്റായിട്ട് സംഭവിച്ചു പോയതാണ്. അന്ന് ജിമ്മിൽ പോകുമ്പോൾ ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. ആളെ ഞാനിട്ട് കണ്ടതുമില്ല. എനിക്കിപ്പം പരാതി പറയണം അങ്ങനെയൊന്നുമല്ല. ഇത് സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്നാൽ എനിക്കിങ്ങനൊരു അബദ്ധം പറ്റി, സോറി എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു മര്യാദയുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മടുത്തു, അതുകൊണ്ട് ഇട്ടതാന്ന് പറഞ്ഞു. ഞാനും വിചാരിച്ചു ഇതെന്താ ഈ ചേച്ചി ഇങ്ങനെ സംസാരിക്കുന്നതെന്നുള്ളത്. എനിവേ അത് ചേച്ചിയുടെ ഒരു മര്യാദയായിട്ട് കൂട്ടാം. എനിവേ അത് കഴിഞ്ഞു. അപ്പം ഞാനും വിചാരിച്ചില്ല ഇത്രയും നീണ്ടു പോകും, ഇത്രയും ഒരു സഫറിങ് വരും എന്നുള്ളത് ഞാനും പ്രതീക്ഷിക്കുന്നില്ല. അന്നങ്ങനെ സംഭവിച്ചു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് സെറ്റാകുമെന്ന് വിചാരിച്ചു. എവിടെ, ഒരു ദിവസം 1, 2, 3, 4 വേദന പറയണ്ടേ. ഏതായാലും ഇപ്പം ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിലാണ്. അതോടുകൂടി ഇത് സെറ്റാക്കി എടുക്കും. അതാണ്. അപ്പം ശരി, നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.